നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംബുട്ടാൻ ചുവപ്പണിഞ്ഞ് പഴവിപണി. ഈ മാസമാണ് നടാൻ ഏറ്റവും അനുയോജ്യം. അറിയേണ്ടതെല്ലാം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിലെ പഴവിപണികളിൽ ചുവപ്പണിഞ്ഞ് നിൽക്കുന്ന റംബുട്ടാൻ്റെ കാലമാണിപ്പോൾ. ചുവന്നു തുടുത്ത പൊന്ത നിറഞ്ഞ തൊലി പൊളിച്ചാൽ വെളുവെളുത്ത കായ് രുചിക്കുമ്പോൾ തന്നെ ആനന്ദമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വിദേശത്ത് നിന്നെത്തിയിരുന്ന ഈ കുഞ്ഞൻ പഴം ഇന്ന് മലയാളികളുടെ വീട്ടുമുറ്റത്തെ പ്രധാന ആകർഷണമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ റംബുട്ടാൻ എങ്ങനെ സ്വന്തം തോട്ടത്തിൽ വിജയകരമായി നട്ടുപിടിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. റംബുട്ടാൻ തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായത് ഇടവപ്പാതിയുടെ തുടക്കത്തിലാണ്. അതായത് നാം എത്തി നിൽക്കുന്ന നല്ല മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങൾ തന്നെയാണ് ഉത്തമ സമയം. ചൂട് സമയത്തും ശരിക്കും നനച്ച് പരിപാലിച്ചും ഇത് തഴച്ചു വളരും. എന്നാൽ കടുത്ത വെയിലിൽ നിന്ന് ചെറിയ തൈകളെ സംരക്ഷിക്കേണ്ടി വരും എന്നതിനാൽ മഴക്കാലത്തിൻ്റെ തുടക്കം തന്നെയാണ് മികച്ചത്. ജൂൺ തുടക്കത്തിൽ ലഭിക്കുന്ന മഴ തൈകൾക്ക് മണ്ണിൽ പിടിച്ചു കിട്ടാൻ സഹായിക്കും. നടിയിൽ രീതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇനി പറയുന്നത്. റംബുട്ടാൻ നല്ല രീതിയിൽ വളരാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ്. നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതും വെള്ളക്കെട്ടില്ലാത്തതുമായ സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. 3 അടി നീളത്തിലും വീതിയിലും ആഴത്തിലും കുഴികളെടുത്ത് കുഴിയിൽ മേൽമണ്ണും 10 മുതൽ 15 കിലോഗ്രാം ജൈവവളവും ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, അല്പം എല്ലുപൊടിയും ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്കും നന്നായി കലർത്തി കുഴി മൂടുക. മണ്ണൊരുക്കി കഴിഞ്ഞാൽ പിന്നെ തൈ നടാം. കുഴിയുടെ മധ്യത്തിലായി ചെറിയ കുഴിയെടുത്ത് തൈകളുടെ പ്ലാസ്റ്റിക് കവർ വേരുകൾക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചു മാറ്റി നടുക. ബഡ് ചെയ്ത ഭാഗം മണ്ണിൽ താഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മണ്ണിന് മുകളിലായിരിക്കണം. കാറ്റ് തുലയാതിരിക്കാൻ തൈകൾക്ക് താങ്ങുകമ്പുകൾ നാട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും. പരിചരണവും വിളവെടുപ്പും. മഴയില്ലാത്തപ്പോൾ തൈകളുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ കൃത്യമായി നനയ്ക്കണം. വേനൽക്കാലത്ത് തുള്ളി നന സംവിധാനം ഏർപ്പെടുത്തുന്നത് നല്ലതാണ്. ചെടി വളരുന്നതിനനുസരിച്ച് വശങ്ങളിലേക്ക് പടരാൻ പാകത്തിന് മുകളിലേക്കുള്ള പ്രധാന കമ്പ് മുറിച്ച് നിർത്തുന്നത് വിളവ് കൂടാൻ സഹായിക്കും. ബഡ് തൈകൾ നട്ട് 3-ാം വർഷം മുതൽ പൂക്കാൻ തുടങ്ങും. സാധാരണയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുകയും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പഴങ്ങൾ പാകമാകുകയും ചെയ്യും. തൈകൾ എവിടെ നിന്ന് വാങ്ങാം? N18, മഹർലിക, സ്കൂൾ ബോയ് തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയിൽ മികച്ച വിളവ് തരുന്നവയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നഴ്സറികൾ, കൃഷി വകുപ്പിൻ്റെ അംഗീകൃത ഫാമുകൾ, വിശ്വസനീയമായ ലൈസൻസുള്ള സ്വകാര്യ നഴ്സറികൾ എന്നിവിടങ്ങളിൽ നിന്ന് ഗുണമേന്മയുള്ള ബഡ് തൈകൾ ലഭ്യമാണ്. തൈകൾ വാങ്ങുമ്പോൾ ഒട്ടിച്ച ഭാഗം ആരോഗ്യമുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിത്ത് പാകി മുളപ്പിച്ച തൈകൾ നടുന്നത് വഴി കായ്ക്കാൻ വർഷങ്ങളെടുക്കുമെന്നത് മാത്രമല്ല, അവയിൽ ഭൂരിഭാഗവും ആൺമരങ്ങളാകാനും സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും ബഡ് തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക. കേരളത്തിലെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കെൽപ്പുള്ള റംബുട്ടാൻ കൃഷി ശരിയായ പരിചരണമുണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും കർഷകനും ഒരുപോലെ ലാഭകരമായി കൊണ്ടു നടക്കാൻ സാധിക്കും. ഈ മഴക്കാലത്ത് തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഒരു റംബുട്ടാൻ തൈ നട്ടുപിടിപ്പിക്കൂ. അപ്പോൾ റംബുട്ടാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.